നമ്മൾ വാഴ കാണാൻ വേണ്ടി വന്നത് എങ്ങനെയാണ്. വാഴ ആദ്യം എനിക്ക് ഇവിടെ ഇടാൻ തോന്നിയത് വേറൊരു ഫോട്ടോ ആണ്, ഒരു വാഴത്തോട്ടത്തിൻ്റെ ഫോട്ടോ ആണ്. അതിട്ടപ്പോഴേക്കും എനിക്ക് വേറൊരു അലവലാതീനെ ഓർമ്മ വന്നു, അതുകൊണ്ട് പിന്നെ മാറ്റിയതാണ്. അപ്പോൾ ഞാൻ കണ്ട വാഴ എന്ന സിനിമയെ പറ്റിയുള്ള അഭിപ്രായം ഞാൻ പറയാം. കിടിലും പടം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി, എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം ഞാൻ ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഇതുപോലെയുള്ള ആൾക്കാർ സുഹൃത്തുക്കൾ എനിക്കുണ്ട്, ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ കണ്ട് സുപരിചിതമായിട്ടുള്ള ഒരു പശ്ചാത്തലവും കഥാപാത്രങ്ങളും ഒക്കെ വന്നപ്പോഴേക്കും എനിക്ക് ഈ സിനിമ ഒരു സൂപ്പർ അനുഭവമായിരുന്നു. ഇതെല്ലാം കൂടാണ്ട് ഇതിൻ്റെ ഒരു നാച്ചുറാലിറ്റി, ഈ സിനിമ വളരെ നാച്ചുറലായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് എൻജോയബിൾ ആയ രീതിയിൽ നാച്ചുറലായിട്ട്. ചില സിനിമകൾ നാച്ചുറലായിട്ട് എടുക്കുമ്പോഴേക്കും നമുക്ക് ഡ്രാഗ് അനുഭവപ്പെടാം, ചിലപ്പോൾ എക്സ്ട്രാ നാച്ചുറലായി പോകും. കാരണം ഒരാൾ നടന്നു വരുന്നത് അവിടെ നിന്ന് അറ്റം വരെ കാണിക്കേണ്ട ആവശ്യമില്ല സിനിമയാകുമ്പോഴേക്കും, അത് കട്ട് ഷോട്ട് ചെയ്ത് വേറെ രീതിയിൽ കാണിക്കാം. അപ്പോൾ എനിക്ക് ആ മൊത്തം നടപ്പ് കാണുന്നേക്കാളും താല്പര്യം എനിക്കത് കട്ട് ഷോട്ട് ചെയ്ത് അന്ന് ആ നാച്ചുറൽ നടത്തം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു വിഷ്വൽ കാണാനാണ് എനിക്കിഷ്ടം. ഈ സിനിമ എന്നെ സംബന്ധിച്ചിട്ട് നാച്ചുറലായിരുന്നു, എന്നാൽ ബോറിങ്ങും അല്ലായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ രസം. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഭൂരിഭാഗം ആളുകൾ എല്ലാവരും യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളവരും ഒക്കെയാണ് കൂടുതലും വീഡിയോസ് ചെയ്യുന്നവരാണ് ഇതിനകത്ത് ആക്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് സിജു സണ്ണി എല്ലാ സിനിമയിലും പൊളിയാണ്, ഒന്നും പറയാനില്ല. പിന്നെ നമ്മുടെ കൈനോട്ട പക്ഷിക്കാരൻ ഫ്രം ഗുരുവായൂരമ്പലം നടയിലും മച്ചാൻ്റെ എനിക്ക് ഓർമ്മയിട്ടുള്ള, എനിക്ക് ഇനി മൊബൈലൊക്കെ എടുത്ത് സെർച്ച് ചെയ്യാൻ വയ്യടെ, ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക മച്ചാൻ്റെ പേര്. അടിപൊളി ആക്ടിങ്. സാഫ് ബോയ് ആൻഡ് ഹിസ് ബ്രദർ രണ്ടുപേരും കിടിലൻ ആക്ടിങ്. ഇതൊക്കെ കൂടാണ്ട് വേറെ മച്ചാനുണ്ട്, 1 മില്യണോളം സബ്സ്ക്രൈബറൊക്കെ ഉള്ള ഒരു മച്ചാനാണ്. അൺഫോർച്ചുനേറ്റ്ലി മച്ചാൻ ഞാൻ തുറന്ന് പറയണേ, സത്യസന്ധമായിട്ട് പറയണേ, മച്ചാൻ്റെ വീഡിയോസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് മച്ചാൻ്റെ പേരും അങ്ങനെ അറിയില്ല. ഒരുപാട് പേരിങ്ങനെ മച്ചാൻ വന്നപ്പോഴേക്കും ചെയർ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ആളുടെ പേര് അറിയാൻ പാടില്ല, അതാണ് പ്രശ്നം. ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ സ്കിറ്റ് ടൈപ്പ് വീഡിയോസ് അങ്ങനെ കാണാൻ വളരെ കുറവാണ്. അതുകൊണ്ട് എൻ്റെ പ്ലേലിസ്റ്റിലൊന്നും ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ഞാൻ ഉൾപ്പെടുത്താറില്ല, അതുകൊണ്ട് കാണാതെ പോയെന്നേ ഉള്ളൂ. മച്ചാനെ സോറി, കാരണം നിങ്ങൾ ഭയങ്കര പോപ്പുലർ ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത്രത്തോളം ആൾക്കാരെ ക്രൗഡ് ഷെയർ ചെയ്യുന്നത് കണ്ടുകൊണ്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആളുടെ പേര് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി തോന്നുന്ന ആളാരാന്നുള്ളത്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നത്, നമുക്കറിയാൻ പാടാത്ത കാര്യം നമ്മൾ അറിയില്ല എന്ന് തന്നെ പറയുന്നത്. നമ്മൾ അറിയുന്നതായിട്ട് ഭാവിക്കുന്നില്ല. അത് മാത്രമല്ല വെറുതെ പോയി സെർച്ച് ചെയ്തുകൊണ്ട് എനിക്ക് അയാൾ അറിയാമായിരുന്നു എന്ന രീതിയിൽ തള്ളേണ്ട ആവശ്യമില്ലല്ലോ. അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാനത് സത്യസന്ധമായിട്ട് പറയുന്നു. അപ്പോൾ അടിപൊളി, എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് വർക്കായി. പിന്നെ ഇതിനകത്ത് ഞാൻ പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്താണ് വേറെ കുറേ സിനിമയിലൊക്കെ ചെറിയ റോള് ചെയ്ത് മമ്മൂക്കയുടെ മോളായിട്ട് അഭിനയിച്ച ഒരു കുട്ടിയാണെന്ന് തോന്നുന്നുണ്ട്, മീനാക്ഷി. ഞാൻ പണ്ട് തൊട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ എനിക്ക് ഈ മുടി ഇങ്ങനെ ഷോർട്ട് ഹെയറുള്ള പെൺകുട്ടികളുടെ ഞാനെപ്പോഴും നോട്ടീസ് ചെയ്യും. ഞാനിവിടെ അനുഭവയോട് എൻ്റെ വൈഫിനോട് എപ്പോഴും പറയും ഷോർട്ട് ഹെയർ ആക്കിക്കൂടെ എന്നൊക്കെ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഷോർട്ട് ഹെയർ ആയിട്ട് പെൺകുട്ടികൾ മുടി വെട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് കാണുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്. ഞാൻ ഇങ്ങനെ ഈ നീന എന്നുള്ള സിനിമ കണ്ടേ പിന്നെ എനിക്ക് ദീപ്തി സതിയുടെ ഭയങ്കര ഇഷ്ടമാണ് അതിനകത്തുള്ള ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഇങ്ങനെ ഞാൻ എപ്പോഴും പറയും അതുപോലെ ഇങ്ങനെ മുടി വെട്ടിക്കൂടെ, കളർ ചെയ്തുകൂടെ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഡെവിൽ കുഞ്ഞു അനഘയൊക്കെ അങ്ങനെ അതുപോലെ മുടി വെട്ടാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അങ്ങനെയുള്ളവരൊക്കെ ഞാൻ എപ്പോഴും നോട്ട് ചെയ്ത് എൻ്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഈ കുട്ടിയെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അനിമയോട് പറയുകയും ചെയ്തു, അയ്യോ ഈ കുട്ടിയെ ഞാൻ ഫോളോ ചെയ്യുന്നതാണെന്നുള്ളത്. അപ്പോൾ ആ കുട്ടി ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരു റോള്. നല്ല സൂപ്പർ ആക്ടിങ് ആയിരുന്നു, ഭയങ്കര നാച്ചുറലായിട്ട് അഭിനയിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മീനാക്ഷി എന്ന് തന്നെയാണ് തോന്നേണ്ട ആളുടെ പേര്, എനിക്ക് കറക്റ്റ് പേരുകളൊന്നും അങ്ങനെ അറിയില്ല. ഇതിന് മുന്നേ ഏതോ 2-3 സിനിമയിൽ ചെറിയ ചൈൽഡ് ആർട്ടിസ്റ്റോ അങ്ങനത്തെ രീതിയിലൊക്കെ റോൾ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ആളെ ഫോളോ ചെയ്യുന്നത്. എന്തായാലും എനിവേസ് നല്ല സൂപ്പറായിരുന്നു. ആളുടെ ആക്ടിങ് ഭയങ്കര നാച്ചുറലായിരുന്നു, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ അതിനകത്തുള്ള ഒരു ലവ്, ഒരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു തന്നെ. എവിടെയൊക്കെയോ എനിക്ക് അനശ്വരയുടെയും നസ്ലിൻ്റെയും അങ്ങനെ ഒരു വൈബൊക്കെ കിട്ടി എവിടെയൊക്കെയോ. കാരണം ഇവരിൽ അങ്ങനത്തെ ഒരു വൈബ് ഉണ്ടായിരുന്നു, ഭയങ്കര നാച്ചുറൽ, ഭയങ്കര ഈസി ആയിട്ടാണ് ഇവരെല്ലാവരും ആക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ റൈറ്റിംഗ് ഇസ് ഡൺ ബൈ വിപിൻ ദാസ്, നമ്മുടെ ജയ അതുപോലെ നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിലൊക്കെ ചെയ്തിട്ടുള്ള മച്ചാനാണ്.
അതിൻ്റെ കാണാനുണ്ട്. എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. ആസ് എ ഡയറക്ടർ എനിക്ക് ഇഷ്ടമാണ്. ആ പുള്ളി ഭൂരിഭാഗം സ്വയം റൈറ്റ് ചെയ്താണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഡയറക്ഷൻ വേറെ ഒരാളാണ് ചെയ്തിരിക്കുന്നത്. റൈറ്റിംഗ് ആണ് പുള്ളി ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ റൈറ്റിംഗ് കാണാനുണ്ട്. ആ ഒരു ഓരോ ചെറിയ കാര്യങ്ങളിലെ ഡീറ്റെയിലിങ്, ഈവൻ പഴയ കാലഘട്ടം കാണിച്ചു. ഇതിനകത്ത് കുറേ കാലഘട്ടം കാണിക്കുന്നുണ്ട്. സ്കൂൾ കാലഘട്ടം, മറ്റേ എൻട്രൻസ് കോച്ചിങ് ക്ലാസ് കാലഘട്ടം, +2 കാലഘട്ടം, അത് മറ്റേ ഇങ്ങനെ അങ്ങനെ 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 ഓരോ കാലഘട്ടം, കോളേജ് കാലഘട്ടം, അതിന് ശേഷമുള്ള കാലഘട്ടം, അങ്ങനെയൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനായിട്ട് ഈ സിനിമ ഭയങ്കര കണക്ട് ആയി. അതാണ് ഞാൻ പറയുന്നത്. ദിസ് ഇസ് മൈ കപ്പ് ഓഫ് ടീ. ഇതിൽ തമാശയുണ്ട്, എന്നാൽ കുറേ നാച്ചുറൽ സാധനങ്ങളുണ്ട്. എനിക്ക് ഇങ്ങനത്തെ പടങ്ങൾ പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് രോമാഞ്ചം എനിക്ക് അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാനത് ഭയങ്കരമായിട്ട് കണക്ട് ആയിരുന്നു. തണ്ണീർമത്തൻ ദിനങ്ങൾ അതൊരു വിയേർഡ് മൂവിയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനത് തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിനകത്ത് വിനീത് ശ്രീനിവാസൻ്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഓവർ ദ ടോപ്പായിട്ട്, കുറച്ച് ഓവർ എക്സാജറേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ആ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ആ സിനിമ എന്നെ അതിൻ്റെ ലാസ്റ്റൊക്കെ വന്നപ്പോഴേക്കും എനിക്ക് അവസ്ഥയായിരുന്നു. പക്ഷേ ഞാൻ ഇത്രയധികം ടി വിയിൽ അല്ലെങ്കിൽ OTT-യിലേക്ക് അത് വന്നതിന് ശേഷം റീവാച്ച് ചെയ്ത ഒരു പടങ്ങളിലൊന്നായി മാറിയത്. കാരണം എന്താണെന്നറിയില്ല, തിയേറ്ററിൽ കണ്ടപ്പോൾ ഉള്ള ഫീലിംഗ് അല്ല, OTT കണ്ടപ്പോൾ എനിക്കത് കൂടുതൽ ഇഷ്ടമായി. ഞാൻ അപ്പോഴും ഞാൻ വിനീത് ശ്രീനിവാസൻ്റെ പോർഷൻ അല്ല ഞാൻ കാണാറ്. എനിക്ക് ആ നസ്ലിൻ മറ്റേ പുറത്തുള്ള ചായക്കട വെച്ച് എന്നിട്ട് പപ്സ്, ചേട്ടാ പപ്സ് എന്താണ് മറ്റേ തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കണത്, അത് എന്ത് വൈബായിരുന്നു. എനിക്കത് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം ഞാൻ സ്കൂളിൽ അങ്ങനെ ചെയ്തേക്കണ കുറവാണ്. ഉണ്ട്, സ്കൂളിൽ ആയിരുന്നപ്പോഴും പാവൻസി പിടിച്ചിരുന്നപ്പോഴും ഈ സ്പെഷ്യൽ ക്ലാസ്സുള്ള ദിവസങ്ങൾ വൈകുന്നേരം മറ്റേ ട്യൂഷന് പോണതിന് മുന്നേ ജോളി സാറ്, അയ്യർ സാറ് ട്യൂഷൻ ക്ലാസ്സിൽ പോണതിന് മുന്നേ ഉള്ള പരിപാടികളൊക്കെ ഇതൊക്കെ തന്നെ. ജ്യൂസ് ഇടാൻ പോവുക, ജ്യൂസ് അടിക്കുക, പപ്സ് കഴിക്കുക, ആ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്പോട്ടുകളുണ്ട്. പാലായിട്ടാണെങ്കിൽ ഷാൻ ബേക്കറി, ജയ ബേക്കറി, എന്താണ് കാക്കനാടാണെങ്കിൽ എന്താണ് അതിനനുസരിച്ച് നമ്മുടെ ഓരോ സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ജോളി സാറിൻ്റെ ട്യൂഷൻ ക്ലാസ്സിന് അങ്ങോട്ട് പോകണമെങ്കിൽ ആദ്യം കച്ചേരിപ്പടി ചെന്ന് ഇറങ്ങിയിട്ട് ബസ് ബേക്കറി, പൈസ ഉള്ള ദിവസം ബസ് ബേക്കറി കയറും, അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് വേറെ ഏതെങ്കിലും ബേക്കറി കയറും. അല്ലെങ്കിൽ അയ്യർ സാറിൻ്റെ അടുത്ത് പോകണമെങ്കിൽ അവിടെ ഒരു പാലത്തിൻ്റെ അടിയിൽ, നമ്മുടെ ഇപ്പോഴത്തെ നോർത്ത് പാലത്തിൻ്റെ അടിയിൽ ലോട്ടറി കടയുടെയൊക്കെ സൈഡിൽ ഒരു പപ്സ് കിട്ടുന്ന കടയുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ചില്ലുകൂട്ടിൽ നല്ല ചൂട് പപ്സ് കിട്ടുന്നുണ്ടാവും. അവിടെ നിന്ന് പപ്സ് കഴിച്ച ഓർമ്മയൊക്കെ ഭയങ്കര. ഷാൻ ബേക്കറി പാലായിട്ടോ, ഓഫ്, അതൊക്കെ ഒരു ആ ഒരു സാധനമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റി ഈ സിനിമ കണ്ടപ്പോഴേക്കും. എൻ്റെ സ്കൂൾ ജീവിതം, എൻ്റെ കോളേജ് ടൈമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു സാധനമായിരുന്നു. അപ്പോൾ ഞാനായിട്ട് ഈ പടം ഭയങ്കര കണക്റ്റായി. അപ്പോൾ ഈ വാഴ എനിക്ക് കൊലച്ചു, അങ്ങനെയാണ് എനിക്ക് പറയാൻ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും കൊലക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പോയി കണ്ട ഈ വാഴ കൊലച്ചു, അതാണ് എനിക്ക് പറയാനുള്ളത്. ഹ്യൂജ് താങ്ക്സ് ടു ദ ടീം. ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. എല്ലാം തൊട്ട് ഇങ്ങനെ പോയി. അത് രസമായിരുന്നില്ലേ, ഭയങ്കര രസമായിരുന്നു. സത്യം പറയാലോ, എനിക്കെന്തോ റീവാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അതേപോലെ തന്നെ ഈ പണ്ടത്തെ പ്രിയദർശൻ പടങ്ങൾക്കൊക്കെ പ്രത്യേകത ഉണ്ട്. ചിരിപ്പിച്ച് അവസാനമാകുമ്പോൾ കരയിപ്പിക്കുന്ന പറഞ്ഞാൽ ഇതിനകത്ത് അങ്ങനെ ഒരു ഇമോഷണൽ സൈഡ് ഉണ്ട്. എല്ലാവരും ഫാദറായിട്ടുള്ള അത് കിടിലൻ. അതും അച്ഛന്മാരായിട്ട് അഭിനയിച്ച ഓരോരുത്തരും ജഗദീഷ് ചേട്ടനും പിന്നെ പറയണ്ട. ഒരുപാട് പേര് എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടുമ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്യും. എന്താ ജഗദീഷ് ചേട്ടൻ്റെ മോനാണോ, ജഗദീഷ് ചേട്ടനെ പോലെ ഇരിപ്പുണ്ടല്ലോ എന്നൊക്കെ പറയും. എനിക്ക് ഒരിക്കലും എന്നെ അങ്ങനെ തോന്നിയിട്ടില്ല. അത് മാത്രമല്ല, അങ്ങനെ അത്രയും ഗംഭീരമായ ഒരു നടൻ, ആ നടനെ പേര് വെച്ചിട്ട് എൻ്റെ കമ്പനി എനിക്ക് എന്തോ പോലെയാണ് ഫീൽ ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കാലം വായിച്ചു കഴിഞ്ഞാൽ എന്നെ എടുത്തിട്ടിരിക്കും ചിലപ്പോൾ. എന്തായാലും ഞാൻ പറയണത്, എൻ്റെ അച്ഛൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്, അല്ലാതെ എന്താണ് ജഗദീഷ് എന്നല്ല. അതും കൂടെ ഞാൻ ഇവിടെ പറയുന്നു എന്നുള്ളൂ. ഞാൻ സ്ഥിരം വായിക്കുന്നൊരു കമൻ്റ് ആയതുകൊണ്ട് പറഞ്ഞാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഈ കമൻറ്റ് വായിച്ച് എനിക്ക് മടുത്ത്, സത്യം പറഞ്ഞാൽ. ജഗദീഷ് ചേട്ടൻ്റെ ഫേസ് കെട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കിതുവരെ തോന്നിയിട്ടില്ല കേട്ടോ, അത് വേറെ കേസ്. എനിവേസ്, അപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ അഭിനയം കിടിലനായിരുന്നു. സ്മിനി ചേച്ചി അമ്മയായിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരും, അസീസ് നെടുമുങ്ങാട് ചേട്ടൻ, ഇതിനകത്ത് അച്ഛൻ, ഇവരൊക്കെ എന്ത് അടിപൊളിയായിരുന്നു എന്നറിയാമോ. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും സൂപ്പറായിരുന്നു. അത് ഇവരുടെ ഷിഫ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാനുള്ള ഒരു ചെറിയൊരു സസ്പെൻസ് എലമെൻറ്റ് പോലത്തെ, സസ്പെൻസ് എന്നല്ല, ഒരു മാസ സാധനമാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, പക്ഷേ അത് അടിപൊളിയായിരുന്നു. എല്ലാവരും അവരവരുടെ സീക്വൻസസിൽ അടിപൊളിയായിട്ട് ചെയ്തു. അതൊക്കെ എനിക്ക് വളരെ വർക്കായി. ഇതൊരു ഫൺ വാച്ചായിരുന്നു.
ഇന്ന് കണ്ട 3 സിനിമകളും വളരെ തൃപ്തികരമായ പടങ്ങളാണ്. അതിൽ തങ്കളൻ ഒരു 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 മാസ്റ്റർ പീസ് ടൈപ്പ് ഒരു ക്ലാസ് ലെവൽ പടവും നമ്മുടെ നുണക്കുഴി ഒരു നോ ബ്രെയിനർ എന്താണ് അങ്ങനത്തെ ഒരു ലീവ് യുവർ ബ്രെയിൻസ് അറ്റ് ഹോം ടൈപ്പ് ഒരു പടവും. വാഴ ഭയങ്കര റിയലിസ്റ്റിക്കും ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ഒരു ബാലൻസ് ഉണ്ടായിരുന്നു. ആ റിയലിസ്റ്റിക്നെസ് കൊണ്ട് അന്ന് ആ കോമഡി എലമെൻറ്റ്സ് നല്ലപോലെ ഉണ്ട്. സൂപ്പർ ഡേ, അടിപൊളി. പിന്നെ ഐ ആം സോ ഹാപ്പി ഫോർ സാഫ് ബോയ് ആൻഡ് എന്താണ് അവന്മാർ രണ്ടുപേർക്കും. അവന്മാർ 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 അടിപൊളിയാണ്. അവന്മാർ കൈ തൊടുന്ന എല്ലാ സിനിമകളും നല്ല രീതിയിൽ വിജയിക്കുന്നുണ്ട്. അത് വളരെയധികം സന്തോഷം. ഈവൻ അവരിതുവരെ അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമകളും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ എല്ലാ ക്യാരക്ടറും അവൻ നന്നായിട്ട് ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് മച്ചാനെ രണ്ടുപേരും എടാ പൊളിയടാ കിടിലൻ. ഇന്ന് തിയേറ്ററിൽ ഉണ്ടായിരുന്ന ഞാൻ അവന്മാരോട് പറഞ്ഞാണ്. ഇന്ന് ഞാൻ കണ്ടില്ല അവന്മാരെ. പൊതുവേ എപ്പോഴും ഫസ്റ്റ് ഷോ ഒക്കെ ദിവസങ്ങളിലൊക്കെ അവൻ ഉണ്ടാവാറുണ്ട്. ഇന്ന് രാവിലെ വന്ന് പോയോന്നും എനിക്കറിയില്ല. ഞാൻ ആ സമയത്ത് താങ്കളെ ഞാൻ തിയേറ്ററിലാണല്ലോ. ഈ കാസ്റ്റിംഗ് ക്രൂയുടെ ഷോ രാവിലെ ഉണ്ടായിരുന്ന കേട്ടോ. ചിലപ്പോൾ അവന്മാർ വന്നിട്ടുണ്ടാവും കേട്ടോ. എന്തായാലും എടാ നീ കാണുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ സോപ്പിടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇവന്മാരെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല. അവന്മാർ അത്ര നന്നായിട്ട് ചെയ്തേക്കണോണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. വളരെയധികം ഇഷ്ടപ്പെട്ടു എനിക്ക് അവരുടെ റോൾസ്. എല്ലാവരും സൂപ്പറായിരുന്നു. ഡെഫിനറ്റ്ലി ഐ വിൽ റീവാച്ച് ദിസ് മൂവി. എനിക്ക് ഈ സിനിമ റീവാച്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എനിക്ക് തോന്നുന്നുണ്ട്. അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട്. ഞാൻ ഇന്ന് സെലക്ട് ചെയ്ത സീറ്റ് അൺഫോർച്ചുനേറ്റ്ലി സ്ക്രീൻ 3 ആണ് ഈ സിനിമ ഉണ്ടായിരുന്നത്. സ്ക്രീൻ 3 പുതിയ പ്രൊജക്ടർ വെച്ചിട്ടുണ്ട്. സ്ക്രീൻ 4 എന്താണ് സ്ക്രീൻ 4ഉം ഇപ്പോൾ 4K ലേസർ എന്താണ് DTS:X ആക്കി. സ്ക്രീൻ 3 പുതിയ പ്രൊജക്ടറും വെച്ചിട്ടുണ്ട് 4Kയുടെ. അപ്പോൾ കുറച്ചുകൂടി ബ്രൈറ്റ്നസ്സും സംഭവങ്ങളൊക്കെ ഫീൽ ചെയ്തു. അപ്പം ഞാനാണെങ്കിൽ അത് കൂടി വളയ്ക്കാമെന്നുള്ള രീതിയിലാണ് ഈ തിയേറ്ററിൽ സെലക്ട് ചെയ്തത്. പക്ഷേ പറ്റിപ്പോയത് ഞാൻ ഇന്നലെ ഇതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തെന്നാണ് വിചാരിച്ചത്. പക്ഷേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പേയ്മെൻറ്റിൻ്റെ അവസാനം വരെ എത്തിയിട്ട് ഞാൻ അത് അറിയാണ്ട് ക്യാൻസൽ ചെയ്ത് പോയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് ടിക്കറ്റിൻ്റെ മറ്റേ കോഡ് അറിയാൻ വേണ്ടി എടുത്ത് നോക്കിയപ്പോഴാണ് ടിക്കറ്റ് കാണില്ല. ഇങ്ങനെ നോക്കുമ്പോഴാണ് അയ്യോ ഇത് ബുക്ക് ചെയ്തില്ല, ഉറക്കപ്പിച്ചിട്ട് പണി പാളി എന്ന് മനസ്സിലായത്. അവസാനം ഞാൻ കൗണ്ടറിൽ ചെന്ന് എടുത്തപ്പോൾ കിട്ടിയത് റോ ബി ആണ്. AB അടിയിൽ നിന്ന് AB. അപ്പോൾ സ്ക്രീനിൻ്റെ മറ്റേ അണ്ണാക്കി പോയിരുന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ 3ൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ബാക്കി എല്ലാ തിയേറ്ററിലും ഒരു ഗ്യാപ്പ് ഉണ്ട്. 3 ഗ്യാപ്പ് ഉണ്ടെങ്കിലും അത് ഇനഫ് ഗ്യാപ്പ് ഇല്ല. അപ്പം ഞാൻ ആ B റോയിൽ ഇരുന്നിട്ട് മറ്റേ എന്താണ് അവിടെ വാഴ വെട്ടുമ്പോൾ ആ കൊല എൻ്റെ അണ്ണാക്കി പോണ രീതിയിലാണ് ഞാനത് പടം കണ്ടത്. അപ്പോൾ അനുപയ്ക്കും അതൊരു വലിയ അസൗകര്യമായിരുന്നു. അനുപയ്ക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടെങ്കിലും കാര്യമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു ആ കാരണത്താൽ. അപ്പോൾ അതൊരു വലിയ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കവാറും ഈ സിനിമ റീവാച്ച് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എനിക്ക് മര്യാദക്കൊരു സീറ്റിൽ പോയി ഇത് ഒന്നും കൂടി ഇരുന്ന് കാണണമെന്നുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണല്ലോ ഒബ്വിയസ്ലി ഞാൻ പൈസ കൊടുത്ത് വീണ്ടും പോയി കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറയുന്നത്. എന്തായാലും നല്ല വാഴ. ഈ വാഴ കായ്ച്ചു കൊലച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കിഷ്ടപ്പെട്ടു കലക്കം പടം. പിന്നെ മ്യൂസിക് കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. എല്ലാം ഭയങ്കര ലൈക്കബിൾ ആയിരുന്നു. അപ്പോൾ ദിസ് വാഴ ഹിറ്റ് ദ സ്പോട്ട്. ഇത് കൊലച്ച് ഇതിലെ പഴം ഞാൻ തിന്ന് രുചിച്ച് അറിഞ്ഞ് ഇഷ്ടപ്പെട്ടു. അപ്പം അടുത്ത പഴത്തിനായി വെയിറ്റിങ്, അടുത്ത വാഴയ്ക്കായി വെയിറ്റിങ്. അതിന് കാരണമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാനുള്ളത് പടം കണ്ടവർക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പടം കണ്ടവരാണെങ്കിൽ മെസ്സേജ് ചെയ്യുക, എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം തോന്നി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓൾറെഡി ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തായിരുന്നു, ചേട്ടാ വാഴ കാണുമെന്ന് പറഞ്ഞു. കണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്നത്തോടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് ഭയങ്കര ടയേർഡായി. അതുകൊണ്ട് ഞാനത് നാളത്തേക്ക് പുഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡെമോണ്ടെ കോളനി 2 എന്നുള്ള സിനിമയും നമ്മുടെ വേദ എന്നുള്ള സിനിമയും കൂടി ഞാൻ നാളെ കാണുന്നുണ്ട്. എൻ്റെ അഭിപ്രായമായിട്ടേക്കാട്ടോ. അപ്പം നാളെ കാണുന്നവരെ ബൈ. അപ്പോൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആ മറ്റേ മച്ചാൻ്റെ പേര് ഏകദേശം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. കറക്റ്റ് നെയിം അറിയില്ല. ഹാഷിർന്നോ ഹരിശ്രീന്ന് അങ്ങനെ കണ്ടാണ്. ഈ മച്ചാനെ മറ്റേ സ്ക്രീനിൽ കാണിച്ചപ്പോൾ കുറേ പേര് ഇവിടുന്ന് പേര് വിളിച്ചു പോവുകയായിരുന്നു. പക്ഷേ ക്ലിയർ ആയില്ല. എല്ലാവരും കൂടി ഒന്നിച്ച് വിളിച്ചു പോയതുകൊണ്ട് എനിക്ക് പേര് കറക്റ്റായിട്ട് കിട്ടിയില്ല. ഹരിശ്രീന്ന ഹാഷിർന്ന് അങ്ങനെ കണ്ടുപോകണം. ആഷ്വിൽ എന്നോട് പറയുകയും ചെയ്തതാണ്, ഞാൻ മറന്നു എന്നിട്ട് വീണ്ടും പേര്. അപ്പോൾ നിങ്ങളൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണം. അവൻ്റെ പേരെന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അവൻ്റെ ചാനൽ ചെക്കൗട്ട് ചെയ്യുക. അടിപൊളി ഷോർട്ട് വീഡിയോസൊക്കെയാണ് ഇടണമെന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞത്. എനിക്ക് പെട്ടെന്ന് പേര് കിട്ടണില്ല. അതുകൊണ്ടാണ് ഹരിശ്രീന്ന്. എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് വരരുത്. എനിക്ക് കറക്റ്റ് പേര് അറിയത്തില്ല. ഒരു ക്ലൂ ഇട്ട് തരണം നിങ്ങൾക്ക്. ഹരിശ്രീന്ന് ഹാഷിർന്ന് അങ്ങനെ എന്തോ പേര് അത്ര എനിക്കറിയാം.